അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആലുവായുടെ അഭിവാദ്യങ്ങൾ 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 അൻവർ സാദത്തിന്റെ അഭിവാദ്യങ്ങൾ അൻവർ സാദത്തിന്റെ അഭിവാദ്യങ്ങൾ നേതാവേ ഞങ്ങളുടെ ഓമന നേതാവേ ഞാൻ നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ജനങ്ങളുടെ പൾസ്, ആലുവക്കാരുടെ പൾസ് എന്നും എന്നോടൊപ്പമാണ്. കാരണം, വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഈ ആലുവ നിയോജനം വികസനവും കരുതലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ഞാൻ രാഷ്ട്രീയ ജാതി മതം നോക്കാൻ അവരെ ചേർത്ത് പിടിക്കും. അതാണ് പഞ്ചായത്ത് മെമ്പർ ആയ കാലം കൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം അതാണ് എനിക്ക് പൊളിറ്റിക്കൽ നിലപാടും കാഴ്ചപ്പാടും കാര്യമൊന്നും മാറ്റില്ല. പക്ഷേ ജനപ്രതിയായാലും അതിൻ്റെ മുമ്പിൽ അതൊരു തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒത്തിരി വികസനങ്ങൾ ഇപ്പം ഇതിപ്പോൾ ഈ താലൂക്ക് ഓഫീസാണല്ലോ. ഈ താലൂക്ക് ഓഫീസ് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊരു ലിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നത്, അങ്ങനെ റോഡായാലും പാലമായാലും അത് ഇറിഗേഷൻ ആയാലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തൊക്കെ അല്ല, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഒടുവിൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എത്രയോ നാളുകൾക്ക് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. MLA അസറ്റ് പട്ടിയിൽ നിന്ന് അത്ര റിസ്ക് എടുത്താണ്. പല ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നല്ല KSRTC ബസ് സ്റ്റാൻഡ്. ആലുവ മാർക്കറ്റ് അറിയാലോ, ആലുവ മാർക്കറ്റിൽ ജോണേട്ടൻ നിൽപ്പുണ്ട്. ഞങ്ങളെ ഒത്തിരി വിമർശനങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ വിമർശനങ്ങൾ കേട്ടാണ്. അവിടെ ഞങ്ങളുടെ ഇച്ഛാശക്തി ഞങ്ങൾ അത് മുന്നോട്ട് പോയി. ഇന്ന് 50 കോടി രൂപ ഹൈടെക് മാർക്കറ്റാണ് മുഖ്യമന്ത്രി കണ്ടിട്ട് നിർമ്മാണ പ്രവൃത്തി. കുറേയേറെ ആരോപി എൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പാറപ്പുറം വല്ലങ്കട പാലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ആലങ്കക്കട് പാലം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ എയർപോർട്ടിന് അകപ്പറമ്പ് ഗേറ്റിൻ്റെ അത് അകപ്പറമ്പ് മേൽപ്പാലം അവിടെ നമ്മൾ തോട്ടക്കാട്ടിലെ മാർക്കറ്റ് ജോണേറ്റ് ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. അതും അങ്ങനെ തന്നെ. പിന്നെ ആരോഗ്യരംഗത്ത് PHSC CHSC പൈസ 5 കോടി PHSC, അതുപോലെ തന്നെ സബ് സെൻ്ററുകൾ, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ സ്കൂൾ ബസ്സുകൾ, സ്കൂൾ ബിൽഡിങ്ങുകൾ, കിച്ചൺ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സ്കൂൾ ബിൽഡിങ്ങുകൾ ഉൾപ്പെടെ ചെയ്യുന്നു. ഏതായാലും ഇന്ന് നോമിനേഷൻ കൊടുത്തു. എല്ലാവരും അനുഗ്രഹം വേണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എക്കാലത്തും എന്നെ ചേർത്ത് പിടിച്ച ആലുവക്കാർ ഈ തവണ എന്നെ ചേർത്ത് പിടിക്കുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്.